ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2019 റിലീസായിട്ടുള്ള ഹസ്ലേഴ്സ് എന്ന ഹോളിവുഡ് മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നായികയായിട്ടുള്ള ഡെസ്റ്റിനിനെയാണ് കാണിക്കുന്നത്. നായിക ലോസ് ആഞ്ചലസിലെ അറിയപ്പെടുന്ന ഒരു സ്ട്രിപ്പർ ക്ലബ്ബിലാണ് ജോലി ചെയ്യുന്നത്. ആ ക്ലബ്ബിൽ സ്ട്രിപ്പേഴ്സിന് 2 തരത്തിലാണ് വരുമാനമെല്ലാം കൊടുത്തിരുന്നത്. ഒന്ന്, സ്റ്റേജിൽ കയറി ക്ലയൻസിന്റെ മുമ്പിൽ വെച്ച് ഡാൻസ് എല്ലാം പെർഫോം ചെയ്യുന്നതിനും, രണ്ടാമത്തേത് പ്രൈവറ്റായി ക്ലയൻസിന് ഡാൻസ് എല്ലാം പെർഫോം ചെയ്ത് കൊടുക്കുന്നതിനും. ഇതിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനമെല്ലാം ലഭിച്ചിരുന്നത്. നായികയ്ക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അവൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമാണ് അവിടെ നിന്നും ലഭിച്ചിരുന്നത്. എന്നാൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്നാവട്ടെ അവിടുത്തെ മാനേജേഴ്സും ബോഡി ഗാർഡ്സും എല്ലാം കമ്മീഷനെല്ലാം പറ്റി ജീവിച്ചു പോകാൻ വേണ്ട പൈസ പോലും അവൾക്ക് അവിടെ നിന്നും ലഭിച്ചിരുന്നില്ല. അവിടെ കച്ചത് അന്ന് ഈവനിങ്ങിൽ ജോലിയെല്ലാം കഴിഞ്ഞ് കിട്ടിയ പൈസയുമായി വീട്ടിലേക്ക് പോകുന്ന നായികയെയാണ് കാണിക്കുന്നത്. നായികയ്ക്ക് സ്വന്തമായി ഒരു മുത്തശ്ശി മാത്രമാണ് ഉള്ളത്. വീട്ടിലെത്തിയ നായിക മുത്തശ്ശിയോട് അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല എവിടെ പോയി എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ മുത്തശ്ശി കടങ്ങൾ കൂടി വരികയാണെന്നും അതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ ആ മാല വിറ്റു എന്ന കാര്യമെല്ലാം അവളോട് പറയുന്നു. ഇത് കേട്ട നായിക തന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി പൈസയെല്ലാം മുത്തശ്ശിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം ക്ലബ്ബിൽ ജോലിക്ക് പോയിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവിടുത്തെ ആങ്കർ ആ ക്ലബ്ബിലെ ഫേമസ് ഡാൻസർ ആയിട്ടുള്ള മോണിക്കയെ പെർഫോം ചെയ്യാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിക്കുന്നു. മോണിക്കയുടെ പെർഫോമൻസ് എല്ലാം കണ്ട് ക്ലയൻസ് എല്ലാം ഒരുപാട് പൈസയെല്ലാം വാരി കൊടുക്കുന്നത് കണ്ട് നായികയ്ക്കും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹമെല്ലാം തോന്നുന്നു. അന്ന് ഈവനിങ്ങിൽ ഡാൻസ് എല്ലാം കഴിഞ്ഞ് ക്ലബിന്റെ റൂഫ് ടോപ്പിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന മോണിക്കയെ മീറ്റ് ചെയ്യാൻ വേണ്ടി നായിക അവിടേക്ക് ചെല്ലുന്നു. നായിക മോണിക്കയോട് അവരുടെ ഡാൻസ് വളരെ നന്നായിരുന്നെന്നും തനിക്കും ഇതുപോലെ ഡാൻസ് എല്ലാം പഠിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. നായികയുടെ ഈ സംസാരം വളരെയധികം ഇഷ്ടപ്പെട്ട മോണിക്ക അവളെ തന്റെ കൂടെ കൂട്ടുന്നു. അവിടെ കച്ചത് പ്രസന്റിൽ തന്നെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ഓദറിനോട് തന്റെ ജീവിതകഥയെല്ലാം നായിക പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ കച്ചത് ഫ്ലാഷ് ബാക്കിൽ മോണിക്ക നായികയെ ഡാൻസ് എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതോടൊപ്പം അവൾ നായികയോട് എങ്ങനെയുള്ള ക്ലയൻസിനെയാണ് ഇവിടെ ക്യാച്ച് ചെയ്താൽ കൂടുതൽ പൈസ ഏൺ ചെയ്യാൻ പറ്റുക എന്ന കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. മോണിക്ക ഇവിടെ വരുന്ന ഭൂരിഭാഗം ക്ലയൻസും വാൾ സ്ട്രീറ്റിലെ ട്രേഡർമാരാണെന്നും അവർ ചുരുങ്ങിയത് $15,000 ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകാറ് എന്ന കാര്യമെല്ലാം നായികയോട് പറയുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി ക്ലയൻസിനെ എല്ലാം ക്യാച്ച് ചെയ്ത് ഒരുപാട് പൈസയെല്ലാം അതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ അവർ അവരുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം ഒരു പാർട്ടിയിൽ വെച്ച് നായിക എഡ്വിൻ എന്ന പയ്യനെ കണ്ടുമുട്ടുന്നു. എഡ്വിനെ കണ്ടുമുട്ടിയ ശേഷം നായിക തന്റെ സ്ട്രിപ്പ് ക്ലബിലെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അവനുമൊത്ത് ഒരു സന്തോഷകരമായ ജീവിതമെല്ലാം നയിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവിടെ കച്ചത് 2008 സെപ്റ്റംബർ 29 കാണിക്കുന്നത്. അന്ന് വാൾ സ്ട്രീറ്റിൽ മാർക്കറ്റ് ക്രാഷ് ആയതുകൊണ്ട് ഒരുപാട് പേരുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതേ സമയം നായിക പ്രഗ്നന്റ് ആവുകയും സാമ്പത്തിക മാന്ദ്യം കാരണം അവരുടെ ഭർത്താവിന്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ കച്ചത് 2011 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഈ സമയം കൊണ്ട് നായികയുടെ മകൾക്ക് ഏകദേശം 2 വയസ്സ് പ്രായമെല്ലാം ആയിരിക്കുന്നു. നായികയുടെ ഭർത്താവിന് വേറെ ജോലിയൊന്നും ആവാത്തത് കൊണ്ട് അവരുടെ ഇത്ര നാളത്തെ സമ്പാദ്യമെല്ലാം ഇതിനോടകം വിറ്റു തീർന്നിരുന്നു. അതുകൊണ്ട് തന്നെ നായിക ഭർത്താവിനോട് ഇതിന്റെ പേരിൽ വഴക്കെല്ലാം ഉണ്ടാക്കി ഭർത്താവ് അവളെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഒരു ജോലിക്ക് വേണ്ടി നായിക ഒരുപാട് കമ്പനിയിലെല്ലാം ചെന്ന് നോക്കുന്നുണ്ടെങ്കിലും അവർ സാമ്പത്തിക പ്രതിസന്ധി കാരണം ആരെയും ജോലിക്കുമൊന്നും എടുക്കുന്നില്ല. ജീവിക്കാൻ വേണ്ടി വേറെ നിവൃത്തിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ നായിക താൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ആ സ്ട്രിപ്പ് ക്ലബിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലുന്നു. നായിക അവിടുത്തെ ബാർ അറ്റൻഡറിനോട് ഇവിടുത്തെ അവസ്ഥ എന്താണ് എന്ന കാര്യമെല്ലാം തിരക്കുന്നു. എന്നാൽ അവർ ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം കാരണം പഴയ പോലെ ക്ലയൻസ് ഒന്നും ഇവിടേക്ക് വരുന്നില്ല എന്ന കാര്യമെല്ലാം അവരോട് പറയുന്നു. ഇതേ സമയം മോണിക്ക ആ ക്ലബിലേക്ക് വരുന്നത് കണ്ട് അവൾക്ക് വളരെയധികം സന്തോഷമാവുന്നു. അവിടെ കച്ചത് കോഫി ഷോപ്പിൽ മോണിക്കയോടൊപ്പം ഇരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. നായിക തന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം മോണിക്കയോട് തുറന്നു പറയുന്നു. എന്നാൽ അതേസമയം മോണിക്ക ക്ലബിലെ രീതികളെല്ലാം മാറിയെന്നും ഇപ്പോൾ നമ്മൾ തന്നെയാണ് പുറത്തുനിന്ന് ക്ലയൻസിനെ എല്ലാം റിക്രൂട്ട് ചെയ്ത് ക്ലബിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ നായിക സാമ്പത്തിക മാന്ദ്യമായതുകൊണ്ട് എവിടെ നിന്നാണ് ക്ലയൻസിനെ ലഭിക്കുക എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. മോണിക്ക അവർ ബാറിൽ വെച്ച് ക്ലയൻസിനെ എല്ലാം മീറ്റ് ചെയ്യുകയും അവരുടെ ഡ്രിങ്ക്സിനെല്ലാം കുറച്ച് കൊക്കൈനെല്ലാം കലക്കി അവരെ അൺകോൺഷ്യസ് ആക്കിയതിനു ശേഷം അവരെ നേരെ ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ക്ലബിലെത്തി അവരുടെ ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്ത് ക്ലബിൽ നിന്നും മാക്സിമം ഡ്രിങ്ക്സ് എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കമ്മീഷൻ എല്ലാം ലഭിക്കും എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ നായിക ഇങ്ങനെ ചെയ്യുന്നതെല്ലാം തെറ്റല്ലേ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും മോണിക്ക കാശുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ വേറെ ഒരു വഴിയുമില്ല എന്നെല്ലാം നായികയോട് പറയുന്നു. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ നായികയും അവരുടെ ഒപ്പം ചേരാൻ വേണ്ടി തീരുമാനിക്കുന്നു. മോണിക്കയോടൊപ്പം ആ സ്ട്രിപ്പ് ക്ലബിലെ പഴയ 2 സ്ട്രിപ്പേഴ്സ് ആയിരുന്ന ആനബെല്ലയും മെർസഡീസും ഈ ജോലിയിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ ബാറിൽ വെച്ച് പരിചയപ്പെടുന്ന വ്യക്തിയുടെ ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് എല്ലാം കലക്കി അയാളെ മയക്കിക്കൊണ്ട് നേരെ അവരുടെ ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ക്ലബിലെത്തിയ ശേഷം അവർ അയാളുടെ ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്ത് ഒരുപാട് പൈസയ്ക്കെല്ലാം അവിടെ നിന്നും ഡ്രിങ്ക്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നു. അവർ ആ കിട്ടിയ പൈസയെല്ലാം ഉപയോഗിച്ച്
ഡ്രിങ്ക്സ് എല്ലാം വാങ്ങി ആഘോഷിക്കുന്നതും കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ വെച്ച് കട്ടാവുന്നു. അവിടെ കട്ട് ചെയ്ത് ക്ലയന്റിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രഗ്സ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മോണിക്കയെയും നായികയെയുമാണ് കാണിക്കുന്നത്. ഈ ഡ്രഗ്സ് എല്ലാം കൊടുത്ത് അവർ വീണ്ടും വീണ്ടും ക്ലബിലേക്ക് കസ്റ്റമേഴ്സിനെ എല്ലാം കൊണ്ടുവന്ന് അവർ ഒരുപാട് പൈസയെല്ലാം ഇതിലൂടെ ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെയിരിക്കെ അവർ കുറച്ചു പേരെ കൂടി അവരുടെ ടീമിലേക്ക് കയറ്റി അതിലൂടെ അവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവർ ഒരു ഏജന്റിന്റെ സഹായത്തോടെ കുറച്ച് പെൺകുട്ടികളെ കൂടി അവരുടെ ബിസിനസ്സിലേക്ക് റിക്രൂട്ട് എല്ലാം ചെയ്യുന്നു. ഈ റിക്രൂട്ട് ചെയ്ത പെൺകുട്ടികൾക്കെല്ലാം വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തതിനു ശേഷം ആ ഡ്രഗ്സ് എല്ലാം അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്ലയന്റിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നേരെ ബാറിലേക്ക് അയക്കുന്നു. ഇതിലൂടെ അവർ അവരുടെ വരുമാനം വീണ്ടും ഉയർത്തുന്നു. അവിടെ കട്ട് ചെയ്ത് ആ കിട്ടിയ പൈസയെല്ലാം ഉപയോഗിച്ച് മോണിക്ക സ്വന്തമായി ഒരു ഫ്ലാറ്റ് എല്ലാം വാങ്ങി ആ ക്രിസ്മസ് എല്ലാവരും കൂടി അവിടെ ആഘോഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് 2013 കാലഘട്ടമാണ് കാണിക്കുന്നത്. മോണിക്ക നായികയോട് നമ്മൾ ഇപ്പോൾ വർഷങ്ങളായി ക്ലബിന് വേണ്ടിയുള്ള കസ്റ്റമേഴ്സിനെ എല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിലും അവർ വെറും 40% കമ്മീഷൻ മാത്രമാണ് നമുക്ക് നൽകുന്നതെന്നും അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ ഡയറക്റ്റായി ക്ലയൻസുമായി ഡീൽ ചെയ്യാം എന്ന കാര്യമെല്ലാം നായികയോട് പറയുന്നു. ഇത് കേട്ട നായിക ആദ്യമൊക്കെ ഇതിന് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മോണിക്കയോടുള്ള അടുപ്പം കാരണം അവൾ ഇതിന് സമ്മതിക്കുന്നു. എന്നാൽ അവർ ക്ലയൻസിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് അതിലെ മുഴുവൻ ബാലൻസും എല്ലാം വിഡ്രോ ചെയ്യാൻ വേണ്ടിയെല്ലാം തുടങ്ങുന്നു. എന്നാൽ അവരുടെ ഈ രീതി കാരണം അവർക്ക് റെഗുലറായി കിട്ടിയിരുന്ന പല ക്ലയൻസിനെയും നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായിക തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് മുത്തശ്ശിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ ആ സമയം മുത്തശ്ശി അവിടെ മരിച്ചെടുക്കുന്നത് കണ്ട് അവൾ മൊത്തത്തിൽ ഷോക്കാവുന്നു. അവിടെ കട്ട് ചെയ്ത് മുത്തശ്ശിയുടെ ശവസംസ്കാര ചടങ്ങുകളെല്ലാമാണ് കാണിക്കുന്നത്. ഈ സമയങ്ങളിലെല്ലാം നായികയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മോണിക്കയും അവളോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്ത് പ്രസന്റിൽ നായികയോട് താൻ തലേന്ന് മോണിക്കയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നിരുന്നു എന്ന കാര്യമെല്ലാം പറയുന്ന ഓദറിനെയാണ് കാണിക്കുന്നത്. ഇത് കേട്ട നായിക മോണിക്ക തന്നെ പറ്റി എന്താണ് ഓദറിനോട് പറഞ്ഞത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ നായിക മോണിക്കയോട് പറഞ്ഞ തന്റെ ഫാമിലിയിൽ നടന്ന ട്രാജിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം മോണിക്ക ഓദറിനോട് പറഞ്ഞത് കേട്ട് നായികയ്ക്ക് വളരെയധികം വിഷമമാവുന്നു. ദേഷ്യം വന്ന അവൾ ഓദറിനെ ആ വീട്ടിൽ നിന്നും എല്ലാം ഇറക്കി വിടുന്നു. അവിടെ കച്ചത് വീട്ടിൽ ചെന്ന് നായിക പറഞ്ഞ കഥകളെ പറ്റിയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓദറിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം നായിക അവരെ കോൾ ചെയ്തുകൊണ്ട് മോണിക്കയുടെ ഫ്രണ്ടായിട്ടുള്ള റോബർട്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയെല്ലാം പറയുന്നു. ഫ്ലാഷ് ബാക്കിൽ ഹോട്ടലിൽ വെച്ച് മോണിക്കയും നായികയും എല്ലാം മീറ്റ് ചെയ്യുന്ന റോബർട്ടിനെയാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് നായികയുമായിട്ടുള്ള കോൺവെർസേഷനിൽ നായികയും റോബർട്ടും തമ്മിൽ വളരെയധികം കമ്പനിയാവുന്നു. പ്രസന്റിൽ ഓദർ റോബർട്ടിനോട് നായിക എന്തിനായിരിക്കും അയാളെ വന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ആ സമയം റോബർട്ട് അവർ കാരണം അയാളുടെ ലൈഫിൽ നടന്ന ഒരു ട്രാജഡിയെ പറ്റിയെല്ലാം ഓദറിനോട് പറയുന്നു. അന്ന് ക്ലബിൽ വെച്ച് അവരെ മീറ്റ് ചെയ്തതിനു ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പനിയുടെ ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ടു പോയ കാര്യം അയാൾ മനസ്സിലാക്കുന്നു. പൈസ പോയിരിക്കുന്നത് ഇവരുടെ അക്കൗണ്ടിലേക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ നായികയെ കോൾ ചെയ്തുകൊണ്ട് ആ ക്രെഡിറ്റ് കാർഡ് തിരിച്ചു തരാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. എന്നാൽ ആ സമയം മോണിക്ക നായികയുടെ കയ്യിൽ നിന്നും ഫോണെല്ലാം തട്ടിപ്പറിച്ച് കോളെല്ലാം കട്ട് ചെയ്ത് കളയുന്നു. കമ്പനിയിലെ ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് അയാൾ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ ഈ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇതുപോലത്തെ ഒരുപാട് കേസുകളെല്ലാം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇതിൽ നിന്നും അവർക്ക് ഇത് വലിയ ഒരു സ്കാം ആണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് കുറച്ച് ഷാഡോ പോലീസിന്റെ സഹായത്തോടെ നായികയും സുഹൃത്തുക്കളെയും എല്ലാം വേഷം മാറി ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ 2013 മെയ് 12 പോലീസുകാർ മോണിക്കയെയും നായികയെയും അവരുടെ സുഹൃത്തുക്കളെയും എല്ലാം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലെല്ലാം അടയ്ക്കുന്നു. പോലീസുകാർ അവരോട് ചെയ്ത കുറ്റമെല്ലാം സമ്മതിക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. പോലീസുകാർ നായികയോട് അവരുടെ കൊച്ചിനെ പറ്റി ഓർത്തിട്ടെങ്കിലും സത്യം പറയാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. അവിടെയൊക്കെ ചെയ്ത് ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന മോണിക്കയെയും നായികയുമാണ് കാണിക്കുന്നത്. ആ സമയം മോണിക്ക തന്റെ പരിചയത്തിൽ കുറച്ച് വക്കീൽമാരുണ്ടെന്നും അവരെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ഈ കേസ് സോൾവ് ചെയ്യാം എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ നായിക കുറച്ച് വിഷമത്തോടെ താൻ പോലീസുകാർ ഓഫർ ചെയ്ത ആ ഡീൽ ആക്സെപ്റ്റ് ചെയ്ത കാര്യമെല്ലാം മോണിക്കയോട് പറയുന്നു. ഇതെല്ലാം കേട്ട മോണിക്ക മൊത്തത്തിൽ ഷോക്കാവുന്നുണ്ടെങ്കിലും അവൾ കുറച്ച് വിഷമത്തോടെ നായികയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും കാണിച്ചുകൊണ്ട് നായികയുടെ ഈ പ്രവൃത്തി കാരണം അവരെ 3 പേരെയും 5 വർഷത്തേക്ക് ജയിലിലിടാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.